ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ റിൻഷിത മിസ്സാണ് കേട്ടോ. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സെറ്റാക്കി എങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതൊരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ചാപ്റ്റർ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഓണം എക്സാം ആണ് വരാൻ പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മനുഷ്യ ഫോസിലുകളാണ് അല്ലേ. എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമ്മുടെ ഹ്യൂമൻ ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. ഒന്നുമില്ല, ആദ്യകാല മനുഷ്യരുടെ എന്താണ് ജീവിതത്തെക്കുറിച്ചിട്ടും അവരുടെ ഉദ്ഭവത്തെക്കുറിച്ചിട്ടും നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സോഴ്സാണ് മനുഷ്യ ഫോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹ്യൂമൻസിൻ്റെ ഹിസ്റ്ററി നമ്മൾ എഴുതിയത്, മനുഷ്യന്മാരുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ എഴുതിയത് ഈ പറഞ്ഞിട്ടുള്ള ഫോസിലുകൾ യൂസ് ചെയ്തിട്ടാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. then നോക്കിക്കേ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്മാരുണ്ടായത് ദീർഘമായിട്ടുള്ള ലോങ് പീരീഡ് കൊണ്ടുള്ള എന്താണ് ചേഞ്ചസ് വഴിയാണ്, ഓർഗാനിക് ചേഞ്ചസ് വഴിയാണ് മനുഷ്യന്മാരുണ്ടായതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക, എവല്യൂഷൻ അല്ലേ. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പരിണാമം എന്നാണ് പറയുക. അപ്പോൾ എന്താണ്, ചാൾസ് ഡാർവിനാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻസിൻ്റെ ഒറിജിനെ കുറിച്ചിട്ട് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലേ എന്താണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് ചാൾസ് ഡാർവിനാണ്. എവല്യൂഷനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറയുന്നത് ആരാ, നമ്മുടെ ചാൾസ് ഡാർവിനാണ് അല്ലേ. ഇനി അത് ഏത് വർഷമാണ്, 1859 ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു പരിണാമത്തെക്കുറിച്ച് പറയുന്നത്. പരിണാമം എന്ന് പറയുന്നത് മനുഷ്യന്മാർ ദീർഘകാലം കൊണ്ടുള്ള എന്താണ് മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യന്മാർ ഒറിജിൻ ചെയ്തത്. ഈ ഒരു പ്രോസസ്സാണ് ഇത് പരിണാമം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാരും പറഞ്ഞത്, ചാൾസ് ഡാർവിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലേ. ഓക്കെ, എന്നാൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മനുഷ്യരുടെ പൂർവികരാണ് അല്ലേ. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ, 4 കാലിൽ നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഹോമിനോയിഡ് എന്ന് പറയൂ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 കാലിൽ നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഹോമിനിഡ് എന്ന് പറയൂ അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഹോമിനിഡിനെ നമ്മൾ 2 ആക്കി അല്ലേ. ഏതാ, ഹോമോയും അതുപോലെ ആസ്ട്രോപിത്തക്കസ് എന്ന് പറഞ്ഞ 2 ടീമാക്കിയില്ല നമ്മൾ വേറെ. പിന്നെ ഹോമോയെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ, വീണ്ടും 3 സബ് ഗ്രൂപ്പുകളാക്കി അല്ലേ. എന്തൊക്കെയാ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോമോ ഹാബിലസ് എന്ന് വെച്ചാൽ എന്താ, ഉപകരണം നിർമ്മിക്കുന്ന ആൾക്കാർ അല്ലേ, ടൂൾ മേക്കേഴ്സ് ആണ്. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് എന്താ, അപ്രൈറ്റ് മെൻ, എന്താ മക്കളെ, ഇങ്ങനെ നിവർന്ന് നിന്ന് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. അതുപോലെ ഹോമോ സാപ്പിയൻസ് എന്താ, നമ്മളെ പോലെയുള്ള വൈസ് തിങ്കിങ് മാൻ, എന്താ മക്കളെ, ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യന്മാർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒറിജിൻ ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് മക്കളെ, പ്രൈമേറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യരുടെ ഉദ്ഭവം തുടങ്ങുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ, പ്രൈമേറ്റിൽ നിന്നാണ്. ആ ഒരു കാര്യം പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, എന്താണ് പ്രൈമേറ്റ്, ഹോമിനോയിഡ്, ഹോമിനിഡ്, ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ശിലായുഗത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടാണ്. അതായത് എന്താ മക്കളെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സിൻസ് stones were used as weapons, this period is called the stone age അല്ലേ. നമ്മൾ നമ്മുടെ വെപ്പണായിട്ട്, ആയുധങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു, ശിലായുഗം എന്ന് പറയുന്നു അല്ലേ. സിൻസ് സ്റ്റോൺ were used to make weapons, this period is called the stone age. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റോൺ ഏജിന് നമ്മൾ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. എന്തൊക്കെയാണ്, നമ്മുടെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. എന്താ പറയുന്നേ, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് അല്ലേ. എന്താ നോക്കിക്കേ, നമ്മുടെ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഫേസ് ആണ് അല്ലേ, ആദ്യത്തെ ഫേസ് ആണ്. അതുപോലെ ഇവിടെ മക്കളെ എന്താണ്, നമ്മൾ എങ്ങനത്തെ ടൂളാണ് യൂസ് ചെയ്തത്, നമ്മൾ പരുക്കൻ കല്ലുകളാണ് അല്ലേ, എന്താ റഫ് ആയിട്ടുള്ള ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. ദെൻ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ അല്ലെ, മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മൈക്രോലിത്തിക് ആയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ളതാണ് അല്ലെ, എന്താ നമ്മൾ പറയും അല്ലെ, മൈക്രോലിത്തിക് അല്ലെങ്കിൽ നമ്മൾ പറയും സൂക്ഷ്മമായിട്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് എന്ത് ചെയ്തത്, അവർ ഉണ്ടാക്കിയിരുന്നത്.
ദെൻ നോക്കിക്കേ, ഇവിടെ വെച്ചിട്ടാണ് ഒരു വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അല്ലേ? വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് മധ്യശിലായുഗത്തിൽ വെച്ചിട്ടാണ്. ദെൻ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാ, നമ്മുടെ നവീന ശിലായുഗത്തിലേക്ക് പോവാണ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് മക്കളെ? ഇവിടെ നല്ല പോളിഷഡ് ആയിട്ടുള്ള അല്ലെ, നല്ല മിനുസമുള്ള അല്ലെ, നല്ല മിനുസമുള്ള പോളിഷഡ് ആയിട്ടുള്ള ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെന്തൊക്കെയാ പ്രത്യേകത? ഇവിടെ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്തത് മക്കളെ? ഇവിടെയാണ് നമ്മുടെ അഗ്രികൾച്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അഗ്രികൾച്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. എവിടെ? നിയോലിത്തിക് ഏജിലാണ് അല്ലേ? ഓക്കെ, അപ്പം ഇത് 3 പോയിന്റ് മനസ്സിലായല്ലോ അല്ലേ? ശിലായുഗം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 3 സ്റ്റേജ് ഉണ്ട് അല്ലേ? 3 സ്റ്റേജുകളുണ്ട്. ഏതൊക്കെയാ 3 സ്റ്റേജ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. റഫ് ടൂളാണ് യൂസ് ചെയ്തത്. ഇവിടെയോ സൂക്ഷ്മമായിട്ടുള്ള ശിലകളാണ് അല്ലെങ്കിൽ ടൂളുകളാണ് ഉപയോഗിച്ചത്. ഇവിടെയോ നല്ല മിനുസമുള്ള എന്താണ് ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അത്രയും പോയിന്റ് അതിൽ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് സ്ഥിരവാസം, അതായത് കൃഷി ആരംഭിച്ചപ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ? അവർ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സ്ഥിരവാസം ആരംഭിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഈ സ്ഥിരവാസം കൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്? അവർ ഡ്വെല്ലിങ്സ് നിർമ്മിക്കാൻ തുടങ്ങി അല്ലേ? വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താ പിന്നെ പറയുന്നത്? ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. പീപ്പിൾ ബിഗിൻ ടു ഇന്ററാക്ട് മോർ ഈച്ച് അതർ അല്ലേ? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചുകൂടെ എന്താണ് സംസാരിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള സെറ്റിൽമെന്റ് പിന്നീട് എന്തായിട്ട് മാറുകയാണ് മക്കളെ? ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് താമസിക്കുന്ന സ്ഥലങ്ങൾ സെറ്റിൽമെന്റ് ആദ്യം വില്ലേജ് ആവാണ്, ഗ്രാമങ്ങളായിട്ട് മാറാണ്. ഈ വില്ലേജുകൾ പിന്നീട് എന്തായിട്ട് മാറുക? വളർന്ന് വളർന്ന് അർബൻ സെന്റേഴ്സും വില്ലേജുകളൊക്കെ ആയിട്ട് മാറുകയാണ് അല്ലേ? എന്താ? നഗരങ്ങളായിട്ട് മാറുകയാണ്. അത്രേ അതിൽ പറയുന്നുള്ളൂ കേട്ടോ. എന്താ? ഈ പെർമനന്റ് സെറ്റിൽ കൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നീ പോയിന്റ് എന്തൊക്കെയാ? ഡ്വെല്ലിംഗ് ബിഗിൻസ് സ്റ്റാർട്ട്, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, ആൾക്കാർ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ പിന്നെ എന്താ മക്കളെ? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റിൽമെന്റ് ഗ്രാമങ്ങളും അതേപോലെ തന്നെ അർബൻ സെന്റേഴ്സുകളൊക്കെ ആയിട്ട് മാറിയില്ലേ? നഗരങ്ങളും അതുപോലെ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് മാറാണ് അല്ലേ? നോക്കിക്കേ, നമ്മൾ നേരെ ശിലയിൽ നിന്ന് എങ്ങോട്ട് പോവാണ്? നമുക്കറിയാം ഇതെന്താ? മെറ്റലാണ് അല്ലേ? മെറ്റലാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ശിലയിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോകുന്നേ? ലോഹത്തിലേക്ക് പോവാണ് അല്ലേ? ലോഹത്തിലേക്ക് പോവാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ശിലയ്ക്ക് പകരം നമ്മൾ ലോഹങ്ങൾ അല്ലേ? ലോഹങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഈ പറഞ്ഞിട്ടുള്ള വെപ്പൻസും ടൂളുകളൊക്കെ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്താ മെറ്റൽ ഏജ് എന്ന് പറയുന്നത് അല്ലേ? The period when humans used weapons and tools made of metals is called the metal age. എന്താ പറയുന്നത്? ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയും അല്ലേ? അങ്ങനെ മനുഷ്യന്മാർ ആദ്യമായിട്ട് യൂസ് ചെയ്ത മെറ്റലാണ് ചെമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താ യൂസ് ചെയ്തേ? ചെമ്പ് അല്ലേ? ഓക്കെ, അങ്ങനെ മക്കളെ ആദ്യം എന്ത് ചെയ്തു? ചെമ്പ് യൂസ് ചെയ്തു. പക്ഷെ എന്താടാ? ചെമ്പ് ഒട്ടും സ്ട്രോങ് അല്ല, ചെമ്പ് ഒട്ടും ഹാർഡ് അല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ചെമ്പിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാണ് അല്ലേ? എന്താ ആഡ് ചെയ്യുന്നത്? ടിൻ ആഡ് ചെയ്യാണ്. അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നു? അപ്പോഴാണ് അവർക്ക് വെങ്കലം കിട്ടുന്നത്. വെങ്കലം. അപ്പൊ നോക്കിക്കേ, എന്താണ് വെങ്കലം കിട്ടുമ്പോൾ എന്താ? ഈ ബ്രോൺസിൽ നിന്ന്, ഈ മെറ്റൽ ഏജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോവാടാ വെങ്കല യുഗം, അല്ലെങ്കിൽ നമ്മൾ പറയും എന്താ പറയാ? നമ്മള് ബ്രോൺസ് ഏജ് എന്ന് പറയും അല്ലേ? അപ്പൊ നോക്കിക്കേ, എന്താണ് ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ വെങ്കല യുഗം എന്ന് പറയുന്നത്? ദ പീരീഡ് വെൻ വെപ്പൻസ് ആൻഡ് ടൂൾസ് അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് ബ്രൗൺസ് were used is known as the ബ്രോൺസ് ഏജ്. എന്താ? നമ്മൾ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക? വെങ്കല യുഗം. അപ്പൊ മനസ്സിലായല്ലോ? 3 സ്റ്റേജ് ആണ് അല്ലേ? ഫസ്റ്റ് സ്റ്റോണ്, പിന്നെന്താ? പിന്നെ നമ്മുടെ മെറ്റൽ, ദെൻ പിന്നെ പറയുന്നത് നമ്മുടെ ബ്രോൺസ് അല്ലേ? ബ്രോൺസ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ? നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാ പറയുന്നത് അല്ലേ? ഹ്യൂമൻ ലൈഫിന്റെ ഡെവലപ്മെന്റ് ആണ് കേട്ടോ ഇത്. ഹ്യൂമൻ ലൈഫിന്റെ ഡെവലപ്മെന്റ് അല്ലേ? മനുഷ്യ ജീവിതത്തിന്റെ വികാസങ്ങളാണ് അല്ലേ? മനുഷ്യജീവിതത്തിന്റെ വികാസങ്ങളാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ വികസനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം സ്റ്റോൺ യൂസ് ചെയ്തു, പിന്നെ മെറ്റൽ യൂസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? ബ്രോൺസ് യൂസ് ചെയ്തു അല്ലേ? അങ്ങനെ ഫൈനലി മക്കളെ ബ്രോൺസിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് നോക്കിക്കേ, ഈ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്തു മക്കളെ?
കൃഷി അല്ലേ, നമ്മുടെ കൃഷി എന്ത് ചെയ്തു മക്കളെ, അഗ്രികൾച്ചർ എന്ത് ചെയ്തു മക്കളെ, വർദ്ധിച്ചു അല്ലെ. അഗ്രികൾച്ചർ വർദ്ധിച്ചു. അഗ്രികൾച്ചറിന്റെ ലാൻഡ് എന്ത് ചെയ്തു, ലാൻഡ് അല്ലെ, ലാൻഡ് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ലാൻഡ് വർദ്ധിച്ചപ്പോ എന്താ മക്കളെ, ഉൽപാദനം അല്ലെങ്കിൽ എന്താ വർദ്ധിച്ചത്, ഉൽപാദനം ഓർ എന്താ വർദ്ധിക്കുക, നമ്മുടെ പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ എന്താവുന്നത്, പ്രൊഡക്ഷൻ വർദ്ധിക്കുകയാണ് അല്ലേ. പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, എന്താ വന്നത്, എക്സ്ചേഞ്ച് സെന്റേഴ്സ് അല്ലേ, എക്സ്ചേഞ്ച് സെന്റേഴ്സ് വരികയാണ് അല്ലേ. എക്സ്ചേഞ്ച് സെന്റേഴ്സ് കൈമാറ്റ കേന്ദ്രങ്ങൾ വരികയാണ്. ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ പിന്നീട് എന്തായിട്ട് മാറാം മക്കളെ, അത് നേരെ വളർന്ന് 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 എന്തായിട്ട് മാറാണ്, ക്രമേണ എന്താ മക്കളെ, നഗരങ്ങളായിട്ട് മാറുകയാണ് അല്ലേ. നഗരങ്ങളും അർബൻ സെന്റേഴ്സുകളൊക്കെ ആയിട്ട് മാറുകയാണ്. അത്രേ അതിൽ പറയുന്നുള്ളൂ കേട്ടോ. എന്താണ്, വെങ്കലം ഉപയോഗിച്ചപ്പോൾ അഗ്രികൾച്ചർ ലാൻഡ് എന്തായി, വർദ്ധിച്ചു. ലാൻഡ് വർദ്ധിച്ചപ്പോൾ എന്താ വർദ്ധിച്ചത്, പ്രൊഡക്ഷൻ വർദ്ധിച്ചു. പ്രൊഡക്ഷൻ വർദ്ധിച്ചപ്പോൾ അവിടെ എന്താ വന്നത്, എക്സ്ചേഞ്ച് സെന്റർ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും കൈമാറ്റ കേന്ദ്രങ്ങൾ വന്നു അല്ലേ. കൈമാറ്റ കേന്ദ്രങ്ങൾ വന്നു. അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്, വളർന്ന് 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 നഗരങ്ങളും സിറ്റികളൊക്കെ ആയിട്ട് മാറുകയാണ് അല്ലേ. അങ്ങനെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാ, മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈനീസ് ആൻഡ് ഹാരപ്പ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ എന്തുകൊണ്ടാണ്, നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. എന്താ, ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിയുടെ തീരത്താണെങ്കിൽ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ഇടയിലായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ അടുത്തും, ചൈനീസ് സംസ്കാരം എവിടെയാ, ഹൊയാങ്ഹോ നദിയുടെ അടുത്താണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ഈ നദീതീരങ്ങളിൽ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ സംസ്കാരങ്ങൾ ഉയർന്നു വന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ്. അതുപോലെ തന്നെ എന്താ, നമുക്ക് കുറേ വെള്ളം കിട്ടും അല്ലേ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂല കാലാവസ്ഥ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഡിസ്കസ് ചെയ്യാം. എന്താണ് അല്ലെ, നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് പറയുന്നത് അല്ലെ. എന്താ, ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് മെസപ്പൊട്ടോമിയ പറയുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ റിവേഴ്സ് ആ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന 2 റിവേഴ്സ് ആണ്. അതുപോലെ ഇതിപ്പോൾ എവിടെ നിലനിൽക്കുന്നത്, ഇറാഖിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ 4 സംസ്കാരങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാ 4 സംസ്കാരങ്ങൾ അല്ലെ, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ അല്ലേ. എന്താണ്, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. അതുപോലെ തന്നെ മക്കളെ അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ, ഉറൂഖ്, ലഗാഷ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നോക്കിക്കേ, അവരുടെ പ്രധാനപ്പെട്ട സംഭവമാണ് അവരുടെ റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ആ റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താ, മിസ് എഴുതുന്നതാണ്. എന്താ അവരുടെ റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ന് പറയുന്നത്, ക്യൂണിഫോം എന്നാണല്ലേ. എന്താ അവരുടെ റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്, ക്യൂണിഫോം ആണ്. ആ പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ക്യൂണിഫോമിന്റെ പ്രത്യേകത നമുക്ക് അറിയാം അല്ലേ. ഇതൊരു പിക്ചോഗ്രാഫിക് ആണ്. അതുപോലെ സിഗുറാത്ത് എവിടെ എത്തിയ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലാണ് അല്ലെ. അതായത് ക്യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ, സുമേറിയക്കാരാണ് എന്ത് ചെയ്തത്, കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ എന്താ, ആപ്പിന്റെ ആകൃതിയിലുള്ള ഒരു പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. സിമ്പിൾ ആണ്, പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്, ചിത്രലിപിയാണ്. എവിടെ എഴുതുന്നത്, കളിമൺ ഫലകങ്ങളിലാണ് എഴുതുന്നത്. എന്തുകൊണ്ട് എഴുതുന്നത് അല്ലേ, പോയിന്റഡ് റീഡ് സ്റ്റൈലസ് കൊണ്ടാണ്. അതായത് എന്താ, നമ്മുടെ മുനയുള്ള ഇറത്തട് കൊണ്ടാണ് എഴുതുന്നത്. അത്രയേ ഉള്ളൂ ക്യൂണിഫോമിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ നോക്കിക്കേ, പിന്നെ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് മക്കളെ എന്താണ്, ചാന്ദ്ര പഞ്ചാംഗം അല്ലെ, ലൂണാർ കലണ്ടർ. അതുപോലെ തന്നെ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, എന്താ പറയുന്നത്, ഹരണവും അതുപോലെ തന്നെ എന്താണ്, ഗുണനവും കൊണ്ടുവരുന്നത് ആരാ മക്കളെ, ഹരണവും അതുപോലെ തന്നെ ഗുണനവും കൊണ്ടുവരുന്നത് ആരാണ്, നമ്മുടെ മെസപ്പൊട്ടോമിയക്കാരാണ് അല്ലേ. അതുപോലെ തന്നെ ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ലോ അല്ലേ. ലോ എന്ന് പറയുമ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിത, ആ പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. എന്തൊക്കെ അതിൻ്റെ പ്രത്യേകത, അവിടെ മമ്മിയുണ്ട്, പിന്നെന്താ, പിരമിഡ് ഉണ്ട് അല്ലേ. മമ്മിയുണ്ട്, പിരമിഡ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, പിന്നെന്താണ്, നൈൽ നദിയുടെ തീരത്താണ് അത് വന്നത് അല്ലേ. ഏത് വന്നത്, നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദിയുടെ തീരത്താണ്. അവിടുത്തെ രാജാക്കന്മാരെ നമ്മൾ എന്താ വിളിക്കുക, ഫറോവ അല്ലേ. ഫറോവമാരുടെ മമ്മികളാണ് ഈ പറഞ്ഞിട്ടുള്ള പിരമിഡിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്താ മക്കളെ, നമ്മുടെ ഫറോവമാരുടെ മമ്മികളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ, പിരമിഡിൻ്റെ ഉള്ളിലുള്ളത്. പ്രധാനപ്പെട്ട ജീവിതമാർഗം എന്ന് പറയുന്നത് എന്താ മക്കളെ, കൃഷി അല്ലേ. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും, കൃഷിയാണ് കൂടുതൽ ആൾക്കാരും ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താ, ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, വാസ് കോമ്പിനേഷൻ ഓഫ്
സയൻസ് ആൻഡ് ലെറ്റേഴ്സ്. എന്താ മക്കളെ, നമ്മുടെ ലെറ്റേഴ്സും അക്ഷരങ്ങളും അതുപോലെ ചിഹ്നങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇത് എഴുതുന്നത്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എന്താ, വലത്ത് നിന്നോ ഇടത്തോട്ട് എഴുതുന്നു. അതുപോലെ ഇതിൻ്റെ മീനിങ് എന്താ, വിശുദ്ധമായിട്ടുള്ള എഴുത്ത്, സാക്രഡ് റൈറ്റിംഗ് എന്താണ് ഈ ഹൈറോഗ്ലിഫിക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ്, ഇതൊരു ലെറ്റേഴ്സും അതുപോലെ തന്നെ സൈനും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എന്താ, ഇത് നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം എന്താ, വിശുദ്ധമായ എഴുത്ത് എന്നുള്ള കാര്യമാണ് കേട്ടോ. അവരുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാ, ജോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട എന്താ, ജോമെട്രി. ഈജിപ്ത് ജോമെട്രി അല്ലേ, എന്താണ്, ജോമെട്രിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര നേട്ടം. അതുപോലെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ, അഡീഷനും സബ്ട്രാക്ഷനും കൊണ്ടുവന്നത് അവരാണ്. ദെൻ സോളാർ കലണ്ടർ അല്ലേ, സോളാർ കലണ്ടർ കൊണ്ടുവന്നത് അല്ലേ, സോളാർ കലണ്ടർ വരെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത്രയും കാര്യമാണ്. പിന്നെ ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്, അതെവിടെയാണ് മക്കളെ ഒറിജിനേറ്റ് ചെയ്തത്, ഹൊയാങ് ഹോ നദിയുടെ തീരത്താണ് അല്ലേ. അതേപോലെ തന്നെ എന്താ, അവിടെ പ്രധാനമായിട്ട് ആൾക്കാർ ചെയ്തിരുന്നത് കൃഷിയാണ്, കൃഷിയുണ്ട്. അതുപോലെ എന്താ മക്കളെ, വീവിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ തുണി നെയ്ത്തുണ്ട് അല്ലേ, നെയ്ത്തുണ്ട്. അതേപോലെ തന്നെ മക്കളെ എന്താ പറയുന്നത്, പോട്ടറി. എന്താ പോട്ടറി പറയുമ്പോൾ മൺപാത്ര നിർമ്മാണം അല്ലേ, മൺപാത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിൽക്ക് പ്രൊഡക്ഷൻ, എന്താണ് പട്ടിൻ്റെ നിർമ്മാണം അല്ലേ, പട്ടിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കൾ എന്താ പറയുന്നത്, അവർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ബ്രോൺസ് അല്ലേ, എന്താ യൂസ് ചെയ്തത്, ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അവരെന്ത് ചെയ്തു, വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകൾ അവരുണ്ടാക്കിയിരുന്നു. അത്ര പോയിന്റ് ബ്രോൺസ് നമ്മുടെ ഈജിപ്ത് അല്ല, ചൈനീസ് സിവിലൈസേഷനിൽ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു മക്കളെ, റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. അതെന്തായിരുന്നു, അതൊരു പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു, എന്താണ്, ചിത്രലിപി ആയിരുന്നു അല്ലേ നമ്മുടെ ചൈനീസിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാം അല്ലെ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഫസ്റ്റ് അർബനൈസേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നഗരവൽക്കരണം എന്നൊക്കെ നമുക്കിതിനെ പറയാം അല്ലേ. ഓക്കെ, പിന്നെന്താ, പ്രധാനപ്പെട്ട നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്തൊക്കെ, ടൗൺ പ്ലാനിങ്, ദ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെ, അഴുക്കുചാൽ സമ്പ്രദായം. അതുപോലെ തന്നെ മോഹൻജദാരോവിലെ വലിയ കുളം അല്ലെ, ഗ്രേറ്റ് ബാത്ത്. അതുപോലെ തന്നെ എന്താണ്, കരകൗശല വിദ്യ അല്ലെ, ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ധാന്യപ്പുര, ലോഥാളിനൊക്കെ നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്, ഗ്രാനറിയുടെ അവശിഷ്ടങ്ങൾ, ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ അല്ലേ. സോ ഇതൊക്കെ എന്തിൻ്റെയാ, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതയാട്ടോ. ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം, അഴുക്കുചാൽ സമ്പ്രദായം, കരകൗശല വിദ്യ, അതുപോലെ തന്നെ മോഹൻജദാരോവിലെ വലിയ കുളം, ധാന്യപ്പുരയൊക്കെ നമുക്ക് എഴുതാട്ടോ എസ് ഐ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്താ മക്കളെ, 1900 കൂടിയിട്ട് നശിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോ, എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ക്ലൈമറ്റ് ചേഞ്ച്, എന്താ, കാലാവസ്ഥ വ്യതിയാനം അല്ലേ. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്ലഡ് ഉണ്ടായി അല്ലേ, എന്താ, നിരന്തരമായിട്ടുള്ള പ്രളയം ഉണ്ടായി. എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് വന്നത്, ഡിഫോറസ്റ്റേഷൻ, എന്താ പറയുന്നത്, വനനശീകരണം, വനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു, ക്ലൈമറ്റ് ചേഞ്ച് വന്നു. ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, പ്രളയങ്ങൾ വന്നു. ദെൻ അടുത്ത റീസൺ എന്ന് പറയുന്നത് എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്. എന്താ മക്കളെ, ഭൂമി അവരെന്ത് ചെയ്യുക മക്കളെ, ഭൂമി അവർ നല്ലോണം അങ്ങോട്ട് അമിതമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നോക്കിക്കേ, ഇത്രയും കാര്യം കൊണ്ട് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അങ്ങ് തകർന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്, ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് എന്നൊരു ഭാഗത്തുള്ളത് കേട്ടോ. അതായത് സിമ്പിളാണ്, ഏർലി ഹ്യൂമൻസ് എന്താണ്, അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഫോസിലിൽ നിന്നാണ്. അതുപോലെ മനുഷ്യന്മാരുടെ പൂർവികരെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മെറ്റൽ ഏജ്, അതുപോലെ തന്നെ സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ്, പിന്നെ ബ്രോൺസ് ഏജിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അല്ലേ. അതിൽ തന്നെ എന്താണ്, ഈ ബ്രോൺസ് ഏജിൻ്റെ 4 സിവിലൈസേഷനുണ്ട്. ആ 4 സിവിലൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കി, വെറും 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ക്ലാസ് ചാപ്റ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതേപോലെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും സെറ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ്, ഓണം എക്സാം വരാൻ പോവാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ ചാപ്റ്റർ വൈസ് നോട്ട്സുകൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെൻറ്ററിനെ കിട്ടും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ
ആഴ്ചക്ക് ഒരു മെൻറ്ററിന് കിട്ടും. അതുപോലെ തന്നെ എന്താണ് ചാപ്റ്റർ വൈസ് MCQ എക്സാംസുകൾ, അതേപോലെ തന്നെ എന്താണ് നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും സൂം ലൈവുകളും പ്രഡിക്ഷൻസും അതുപോലെ തന്നെ PYQസും അതുപോലെ തന്നെ വൺ ഷോട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ മക്കൾ ഓണം എക്സാമിന് പഠിച്ചു തുടങ്ങാത്ത മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഓണം എക്സാം നന്നായിട്ട് എന്ത് ചെയ്യുക എഴുതട്ടെ കേട്ടോ. ഓക്കെ.